ഇതിൽ കപ്പലിൽ ജോയിൻ ചെയ്തതിന് മുൻപ് ലക്ഷ്മിക്ക് ഉണ്ടായിരുന്ന എക്സ്പെക്ടേഷൻസ് ആയിരുന്നു ആഫ്റ്റർ ജോയിനിങ് എ ഷിപ്പ് ഇത്രമാത്രം നമ്മൾ ഈ സാക്രിഫൈസ് ഇതൊക്കെ ചെയ്തിട്ട് ഈ ഫീൽഡിൽ നിൽക്കേണ്ട നിലനിൽക്കേണ്ട കാര്യമുണ്ടോ ഇട്ടിട്ട് പൊക്കൂടെ എന്നൊക്കെ ചോദിക്കത്തില്ലേ? 12th കഴിഞ്ഞിട്ട് ഇനി ഉടനെ IMCTയുടെ പ്രിപ്പറേഷൻ എക്സാംസ് ആണോ ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, അതോ ഈ കമ്പനി സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ടുള്ള എക്സാംസിനുള്ള ആപ്ലിക്കേഷൻ ആണോ കൊടുക്കേണ്ടത്? ഇപ്പം മേ ബി 3 lakhs കൊടുക്കണം, 5 lakhs കൊടുക്കണം. സോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദിസ് ഫീൽഡ് ഈസ് നോട്ട് ഈസി. യു നീഡ് ടു ബി വെൽ ഫിറ്റ് ഫിസിക്കലി ആൻഡ് മെന്റലി ഫോർ ദിസ് ജോബ്. ഹായ് എവരിവൺ, വെൽക്കം ടു ദ ഷോ. ഇറ്റ്സ് മീ, തേർഡ് ഓഫീസർ ഫെലിക്സ് ഫ്രാൻസിസ്, സഞ്ചാരി ട്രെയിൽസ്. മർച്ചന്റ് നേവി എന്നൊരു ജോലി സ്വപ്നം കണ്ടു നടക്കുന്ന ഒരുപാടധികം കുട്ടികളുണ്ടല്ലോ നമ്മുടെ ഇടയിൽ. സോ ആ ഒരു ജോലിയിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുക? ഒരു കാലെടുത്ത് വെക്കാനായിട്ട് നമുക്ക് കുറച്ചധികം സപ്പോർട്ട് ആവശ്യമുണ്ട്. അതായത് കൃത്യം എങ്ങനെയാണ് അതിലൊരു കോഴ്സൊക്കെ നമ്മൾ ചൂസ് ചെയ്യാമെന്നൊക്കെ അറിയാനായിട്ട്. സോ അതിനൊക്കെ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻസ് പറഞ്ഞു തരാൻ പറ്റിയ കുറച്ച് ആളുകളാണ് ഇന്ന് ഗസ്റ്റായിട്ട് നമ്മുടെ കൂടെ ഉള്ളത്. സോ നാപ്പാത്ത് അക്കാഡമിയുടെ കോ-ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള സെക്കൻഡ് ഓഫീസർ ജോനാഥൻ ചക്കാലക്കൽ, തേർഡ് ഓഫീസർ ജോർജ് ആന്റണി, പിന്നെ നമ്മുടെ കൂടെ ഒരു കുട്ടി ലേഡി കേഡറ്റ് ഉണ്ട്, ദാറ്റ്സ് ലക്ഷ്മി പ്രദീപ്. സോ ലെറ്റ്സ് ബിഗിൻ ദ പോഡ്കാസ്റ്റ് വിത്ത് നാപ്പാത്ത് അക്കാഡമി ആൻഡ് സഞ്ചാരി ട്രെയിൽസ്. സോ ലക്ഷ്മിയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏക വുമൺ സീഫെയറർ. സോ ലക്ഷ്മിയുടെ കപ്പൽ ജീവിതം, കപ്പലിലെ അനുഭവങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരുപാടധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. സോ ലക്ഷ്മിയിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലാക്കാൻ നവപാത്ത് അക്കാഡമിയെ പറ്റി നമ്മൾ സംസാരിച്ചു, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു. സോ വൈ ദിസ് നവപാത്ത് അക്കാഡമി, എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്നുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്ക് അറിയാനുണ്ട്. സോ ജോനാഥൻ, ഈ ഒരു നവപാത്ത് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ നവപാത്ത് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാനുള്ള സോൾ റീസൺ എന്ന് പറഞ്ഞാൽ ആസ്പയറിംഗ് ആയിട്ടുള്ള മെർച്ചന്റ് നേവി സ്റ്റുഡൻസിന് വേണ്ടി റൈറ്റ് ആയിട്ടുള്ള ഒരു കരിയർ ട്രാക്കിലൂടെ അവരെ നല്ലൊരു ബെറ്റർ ഓഫീസർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആക്കുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയാണ്. സോ നമ്മുടെ ഇടയിൽ തന്നെ 12th കഴിഞ്ഞ സ്റ്റുഡൻസ്, BSc കഴിഞ്ഞ സ്റ്റുഡൻസ്, എഞ്ചിനീയറിംഗ് ചെയ്യുന്ന സ്റ്റുഡൻസ്, അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് മെർച്ചന്റ് നേവിയിൽ ഒരു റാങ്ക്ഡ് ഓഫീസർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആകുക എന്നുള്ളത്. സോ അവർക്ക് വേണ്ടി കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ്, അതുപോലെ തന്നെ IMUCT എന്ന് പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടുന്ന പ്രിപ്പറേഷൻ, ഓൾസോ ഷിപ്പിംഗ് കമ്പനീസ് നടത്തുന്ന സ്പോൺസർഷിപ്പ് എക്സാമിനേഷന് വേണ്ടുന്ന അവരുടെ ഗൈഡൻസ് ആൻഡ് ഇൻ്റർവ്യൂവിന് വേണ്ടുന്ന പ്രിപ്പറേഷൻ കൊടുക്കുക എന്നൊരു സോൾ ഫോക്കസിലാണ് നവപാത്ത് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അനദർ റീസൺ ഈസ് ലെറ്റ് മീ ജസ്റ്റ് മെൻഷൻ അബൌട്ട് അവർ ഡയറക്ടർ, our founder, Captain Robin George. So he is a senior master mariner with over 30 plus years at sea, in that almost 15 years as a master. So, and along with the co-founders ourselves, we bring in 5 to 7 years of maritime expertise. So ഞങ്ങൾ വന്ന കരിയർ പാത്വേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ഈ ഒരു ഫീൽഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം കാൻഡിഡേറ്റ്സിന് കൊടുത്തിട്ട് അവരെ റൈറ്റ് ട്രാക്കിലേക്ക് ഗൈഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് അവർ സോൾ പർപ്പസ്. സോ ഈ മെർച്ചന്റ് നേവി എന്നൊരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഇടയിലുള്ള ആളുകൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അതായത് ഇന്ത്യൻ നേവി, മെർച്ചന്റ് നേവി രണ്ടും ഒരുപോലെ ആളുകൾ കേൾക്കുന്നതാണ്. സോ ഇത് രണ്ടും സെയിം ആണെന്നാണ് ആളുകളുടെ വിചാരം. ഓക്കെ, ബേസിക്കലി ഇന്ത്യൻ നേവി, മെർച്ചന്റ് നേവി എന്താണെന്നുള്ളത് എല്ലാവരുടെയും ചോദ്യമാണ്. രണ്ട് സെയിം ആണോ അല്ലയോ, ഇതൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. സോ ബേസിക്കലി ഞാൻ അത് ക്ലിയർ ചെയ്യാം. ഇന്ത്യൻ നേവി എന്ന് പറഞ്ഞാൽ പ്യുവർലി ഇന്ത്യൻ്റെ ഡിഫൻസ് സിസ്റ്റമാണ്, അണ്ടർ ദ സെൻട്രൽ ഗവൺമെന്റ്. അതിൽ നമ്മൾ വാർഷിപ്സ്, സബ്മറൈൻസ്, എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഇതിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ആൻഡ് മർച്ചന്റ് നേവി ഫീൽഡിലോട്ട് വരുമ്പം ഇത് പ്യുവർലി ട്രേഡ് വെസൽസ് ആണ്, കൊമേഴ്ഷ്യൽ. അതായത് നമ്മുടെ ബേസിക് യൂട്ടൻസിൽസ്, ഗ്യാസ്, പെട്രോൾ, ഓയിൽ ഇതെല്ലാം നമുക്ക് ഇന്ത്യയിലോട്ട് വരുന്നത് വേറൊരു കൺട്രിയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം ഒരിക്കലും എയർക്രാഫ്റ്റ് വഴിയല്ലായിരിക്കും, ബേസിക്കലി അത് ഷിപ്സ് വഴിയായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ ഈ ഷിപ്സിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ ഓഫീസേഴ്സിനെയാണ് നമ്മൾ മർച്ചന്റ് നേവി ഓഫീസേഴ്സ് അല്ലെങ്കിൽ മർച്ചന്റ് നേവി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് ഈ ഒരു മെർച്ചന്റ് നേവി എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, കാലെടുത്ത് വെച്ച് തുടങ്ങാനായിട്ട് നമുക്ക് ഏത് ഏജ് മുതലായിരിക്കും നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആകും, അല്ലെങ്കിൽ നമ്മൾ ഏത് ക്ലാസ് മുതൽ നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ പ്രിപ്പറേഷൻസ് തുടങ്ങണം? ആക്ച്വലി ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് 10th കഴിയുമ്പോൾ തൊട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ബിക്കോസ് ഇതിന്റെ ബേസിക് എലിജിബിലിറ്റി തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. സോ 10th കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റ്സ് 11 and 12th സയൻസ് വിത്ത് മാത്സ് സബ്ജക്റ്റ് എടുക്കണം. സോ അത് കഴിഞ്ഞ് 12th ശേഷം IMUCT എന്ന് പറഞ്ഞ ഒരു നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. സോ ആ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഇതിൻ്റെ ബെയർ മിനിമം അല്ലെങ്കിൽ മിനിമം സ്റ്റാൻഡേർഡ് ടു എൻ്റർ ഇൻ ടു മെർച്ചന്റ് നേവി. സോ എക്സാമിന് ശേഷം പിന്നീട് ഒരു കോഴ്സ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് വരുന്നത്. കാരണം അത് കഴിഞ്ഞിട്ട് 3 ടൈപ്പിലുള്ള കോഴ്സസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ്, സെക്കൻഡ് വൺ ഈസ് BSc നോട്ടിക്കൽ സയൻസ്, ആൻഡ് തേർഡ് വൺ ഈസ് BTech മറൈൻ എഞ്ചിനീയറിംഗ്. സോ ലെറ്റ് മീ ജസ്റ്റ് എക്സ്പ്ലെയിൻ ഇറ്റ് വൺ ബൈ വൺ. So let me just come to diploma in nautical science. So ഈ DNS എന്ന് പറയുന്നത് ഒരു 1 year residential program ആണ്. And after that 1 year residential program, you need to complete about 18 months total seat time.
സോ ഈ 18 months എന്നുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷിപ്സിൽ 6-6-6 എന്നുള്ള ഒരു റേഷ്യോയിലായിരിക്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ 18 months ഈ ടൈം കംപ്ലീറ്റ് ചെയ്ത് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് ഒരു സീരീസ് ഓഫ് എക്സാമിനേഷൻസ് ഉണ്ട്, കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യണം, നിങ്ങളുടെ സെക്കൻഡ് മേറ്റ്സിൻ്റെ ഫംഗ്ഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. സോ ഇതിനെല്ലാത്തിനും ശേഷം ഫൈനലി BSc-യുടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ കൊടുക്കാം. ആൻഡ് ഫൈനലി യു ആർ ബിക്കമിങ് എ BSc ഗ്രാജുവേറ്റ് ആൻഡ് എ തേർഡ് ഓഫീസർ. ആൻഡ് ദ സെക്കൻഡ് പാത്വേ ഈസ് BSc ഇൻ നോട്ടിക്കൽ സയൻസ്. BSc നോട്ടിക്കൽ സയൻസ് ഒരു 3rd year റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ്. ആൻഡ് ഈ ഒരു 3 years പ്രോഗ്രാമിന് ശേഷം ഒരു 12 months-ന്റെ സീ സർവീസ് വേണം. സീ സർവീസ് എന്ന് മീൻസ് ആസ് എ കേഡറ്റ് 12 months പോയി ട്രെയിനിങ് ചെയ്യണം. സോ ഈ 12 months-ന് ശേഷം സെയിം പാത്വേ എക്സാമിനേഷൻസ് ഉണ്ട്, ഓറൽ എക്സാമിനേഷൻസ് ഉണ്ട്, കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യണം. സോ അതിനെല്ലാത്തിനു ശേഷം ഫൈനലി യു വിൽ ബി എ തേർഡ് ഓഫീസർ. സോ ഇത് രണ്ടും അല്ലാത്ത വേറൊരു പാത്വേ ആണ് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ദാറ്റ് ഈസ് ടു പെർസ്യൂ BTech ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്. BTech മറൈൻ എഞ്ചിനീയറിംഗ് 4 year കോഴ്സ് ആണ്. 4 year-ന് ശേഷം ഒരു 6 months ട്രെയിനി മറൈൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കോഴ്സസ്, എക്സാമിനേഷൻ ആൻഡ് ലാസ്റ്റ് യു വിൽ ബി ബിക്കമിങ് എ 4th എഞ്ചിനീയർ. സോ പിന്നീട് ഒരു പാത്വേ എന്ന് പറയുന്നാൽ ഗ്രാജുവേറ്റ് ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്. അതായത് BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞവർക്ക് ഇതൊരു 1 year റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ്, ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ്. സോ അതിനുശേഷം പിന്നീട് ഷിപ്പിൽ പോയി സീ സർവീസ് കംപ്ലീറ്റ് ചെയ്യണം, എക്സാം ലൈസൻസിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി എക്സാമിനേഷൻ കൊടുക്കണം. അറ്റ് ലാസ്റ്റ് ഫൈനലി യു വിൽ ബി എ 4th എഞ്ചിനീയർ. ദെൻ കുറെ പേര് ചോദിക്കുന്നതാണ് ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ഒരു ETO എങ്ങനെ ആവാന്നുള്ളത്. സോ ബേസിക്കലി ETO ആവണമെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BTech ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ചെയ്യണം. അതിനുശേഷം ETO ബ്രിഡ്ജിംഗ് എന്ന് പറഞ്ഞ ഒരു 4 months ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സ് ഉണ്ട്. സോ ഈ കോഴ്സിന് ശേഷമാണ് അറ്റ് ലാസ്റ്റ് ഹി വിൽ ബി ആൻ ETO. സോ ബേസിക്കലി മെർച്ചന്റ് നേവിയിൽ ഒരു ഓഫീസർ എഞ്ചിനീയർ പ്രോഗ്രാമിലേക്ക് വരണമെങ്കിൽ തന്നെ DNS, BSc, BTech, GME ആൻഡ് ഫൈനലി ദ ETO കോഴ്സ്. സോ ഈ ഒരു കരിയർ പാത്വേ ആണ് ഉള്ളത്. ഇൻ കേസ് ഇപ്പൊ നമുക്ക് 12th നമുക്ക് സയൻസ് സ്ട്രീം ചൂസ് ചെയ്യാൻ സാധിച്ചില്ല, അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടികൾക്കും കൂടെ ഈ മെർച്ചന്റ് നേവി എന്നൊരു ഫീൽഡിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കണം, അതിലൊരു ജോലി സാധ്യത അവർ അന്വേഷിക്കുന്നുണ്ടാവുമല്ലോ. സോ അതിൽ ജീപ്പ് റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ കോഴ്സുകളല്ലാതെ ജീപ്പ് റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടെ ഉണ്ടല്ലോ, അത് ജനറൽ പർപ്പസ് റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ്. അതെ, GP റേറ്റിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ബേസിക്കലി അതൊരു 6 months ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സ് ആണ്. സോ അതിന് വേണ്ടുന്ന മിനിമം എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ 10th ആണ്. സോ ലൈക്ക് 11th and 12th സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവർ അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് എടുത്തവർ, സോ അങ്ങനെയുള്ളവർക്ക് മെർച്ചന്റ് നേവിയിൽ വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ GP റേറ്റിംഗ് കോഴ്സ് ചൂസ് ചെയ്യാം. സോ ഈ 6 months പ്രോഗ്രാമിന് ശേഷം അവർ ഡെക്ക് സൈഡിൽ ജോയിൻ ചെയ്യുന്നെങ്കിൽ ഒരു ട്രെയിനി OS ആയിരിക്കും. OS മീൻസ് ഓർഡിനറി സീമാൻ ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ എഞ്ചിൻ സൈഡിലാണ് ജോയിൻ ചെയ്യുമെങ്കിൽ അവരൊരു ജൂനിയർ മോട്ടർമാൻ ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്. സോ ബേസിക്കലി അതൊരു ഷിപ്പിന്റെ തന്നെ ക്രൂ സെക്ഷനിൽ വരുന്നവരാണ്. സോ ദേ വിൽ ബി എൻഗേജ്ഡ് ഇൻ ദ ഡേ ടു ഡേ മെയിൻ്റനൻസ് വർക്ക്സ് ഓഫ് ദ വെസൽ. പക്ഷെ കാലക്രമേണ കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, അതായത് അവർക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 36 months സീ സർവീസിനോട് കൂടെ അവർക്ക് COP എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്, അതിന്റെ ഒപ്പം തന്നെ വാച്ച് കീപ്പിംഗ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഒരു 36 months സീ ടൈമിനോട് കൂടെ അവർക്ക് വേണമെങ്കിൽ സെക്കൻഡ് മേറ്റ്സ്, അതായത് ഓഫീസർ റാങ്കിലേക്കുള്ള എക്സാമിനേഷൻ, കോമ്പിറ്റൻസി എക്സാമിനേഷൻസ് ഒക്കെ അവർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ സാധിക്കും അല്ലേ? അതായത് അവർക്ക് എന്നിട്ട് ആ സെക്കൻഡ് മേറ്റ് എക്സാംസ് കൊടുത്ത് ദെൻ തേർഡ് ഓഫീസർ റാങ്കിലേക്ക് അവർക്ക് വേണമെങ്കിൽ കരിയർ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ഓഫീസർ ലെവലിലേക്ക്, ക്രൂവിൽ നിന്നൊരു ഓഫീസർ ലെവലിലേക്ക് ഒരു ട്രാൻസിഷൻ ടൈം ഒരു 36 months അവർക്ക് വേണമെങ്കിൽ ഒരു ഹാർഡ് വർക്കിലൂടെ ഒക്കെ എത്തിച്ചേരാൻ സാധിക്കും. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലത്തെ ഈ IMUCET ആൻഡ് സ്പോൺസർഷിപ്പ് എക്സാമിനേഷൻസ്, ആളുകൾക്ക് ചിലപ്പോൾ അത് രണ്ടും സെയിം ആണോ അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയിട്ട് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്, ഈ IMUCET ആൻഡ് സ്പോൺസർഷിപ്പിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? സോ ബേസിക്കലി ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് 3 കോഴ്സസ് ആണുള്ളത്. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, BSc നോട്ടിക്കൽ സയൻസ് ആൻഡ് BTech മറൈൻ എഞ്ചിനീയറിംഗ്. സോ ഈ 3 കോഴ്സസും വരുന്നത് നമുക്ക് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. സോ ഇതിന്റെ അഡ്മിഷൻസിന് വേണ്ടി ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്, നോൺ ആസ് കോമൺ എൻട്രൻസ് ടെസ്റ്റ്. അതാണ് IMUCET, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഇത് പാസ്സായി ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ 3 കോഴ്സസിനും അഡ്മിഷൻസ് കിട്ടുള്ളൂ. ആൻഡ് നെക്സ്റ്റ് തിങ്, കമ്പനി സ്പോൺസർഷിപ്പ്. കമ്പനി സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലൊരു DNS-നാണ് മെയിൻലി കമ്പനി സ്പോൺസർഷിപ്പ് വരുന്നത്. ഈ BSc-ക്കും BTech-നും കുറച്ച് കമ്പനീസ്, 4 to 5 കമ്പനീസ് മാത്രമേ സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ മെയിൻലി DNS-നെ കുറിച്ച് സംസാരിക്കുമ്പോൾ 15 to 20 കമ്പനീസ് സ്പോൺസർഷിപ്പ് തരുന്നുണ്ട്. സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ നോട്ട് ഇൻ ദ കേസ് ഓഫ് ഫീസ്, അവർ നമുക്ക് ജോബ് അഷ്യൂരിറ്റി തരുവാണ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. അതായത് ഒരു DNS കാൻഡിഡേറ്റിന് DNS കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ, അതായത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ കമ്പനി സ്പോൺസർഷിപ്പ് ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് റെസ്റ്റ് ഓഫ് ദ ലൈഫ് കമ്പനി അഷ്യൂർ ചെയ്യുക. അതായത് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് ജോബ് അഷ്യൂർഡ്, ജോബ് കിട്ടിയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. സോ അതാണ് ഏറ്റവും സേഫസ്റ്റ് വേ. ഒരിക്കലും ലൈക്ക് ഓൾവേസ് DNS ജോയിൻ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റോടെ നമ്മൾ എപ്പോഴും പറയുന്നത് കമ്പനി സ്പോൺസർഷിപ്പ് കിട്ടിയിട്ട് മാത്രമേ DNS-ൽ ജോയിൻ ചെയ്യാവുള്ളൂ.
കമ്പനി സ്പോൺഷിപ്പിലൂടെ മാത്രമേ അത് സ്പോൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയത് ക്ലിയർ ആയവർക്ക് മാത്രമേ ഈ ഒരു 3 കോഴ്സസ് പറയുന്നതിൽ നമുക്ക് ജോബ് അഷ്യൂറിറ്റി പറയാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഒരു വളരെ ബുദ്ധിമുട്ടാണല്ലേ ആ ഒരു സെഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജോലി തേടിയെടുക്കാന്ന് പറഞ്ഞാൽ കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ തേടിയെടുക്കും. പിന്നെ നമുക്ക് ഏജന്റിനെ ഒക്കെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. ഒരുപാട് സ്കാം പ്രോസസ്സ് വരും. നമുക്ക് പൈസ നഷ്ടമാവും. മേ ബി 3 lakhs കൊടുക്കണം, 5 lakhs കൊടുക്കണം. സോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ സേഫ് ആയിട്ട് റൈറ്റ് പാത്വേ കൂടെ പോവുക. ഫസ്റ്റ് കമ്പനി സ്പോൺഷിപ്പ് കിട്ടി, IMUCT പാസ്സായി, രണ്ടും സെയിം ടൈമിൽ ക്രാക്ക് ചെയ്തിട്ട് നമ്മൾ DNS ജോയിൻ ചെയ്യുക. BSc BTechന് മെയിൻലി കമ്പനി സ്പോൺസർഷിപ്പ് ഡ്രൈവ്സ് കോളേജസിലായിരിക്കും. അതായത് BScക്ക് ആണെങ്കിൽ ഒരു 4 semester, അല്ലെങ്കിൽ BTech ആകുമ്പോൾ 6 semester 7 semester ആകുമ്പോൾ കമ്പനീസ് വന്ന് സ്പോൺസർഷിപ്പ് ഡ്രൈവ്, അതായത് പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തും കോളേജസിൽ. അപ്പം ആ ടൈമിൽ ഏറ്റവും നല്ല ഡ്രൈവ്സ് വരുന്ന കോളേജസ് നോക്കി ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ IMUCT എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പാസ്സായാൽ മാത്രമേ നമുക്ക് ഇന്ത്യൻ മാരിടൈം IMUവിന്റെ കീഴിലുള്ള ഏതൊരു കോളേജിലും മാരിടൈം കോളേജിലും നമുക്ക് അഡ്മിഷൻസ് കിട്ടത്തുള്ളൂ. പിന്നെ ഉള്ളത് റെപ്യൂട്ടഡ് അല്ലാത്ത ചില റോങ് കോളേജസ് ഒക്കെ സ്കാം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ IMUCT ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതൊക്കെ നേരെ പഠിക്കാന്ന് പറഞ്ഞിട്ടുള്ള ഓഫേഴ്സ് നമുക്ക് ചിലപ്പോൾ തരുന്നത്. അങ്ങനെ ഒരിക്കലും പോയി ജോയിൻ ചെയ്യില്ല. കാരണം പിന്നെ ഫ്യൂച്ചർ നമുക്ക് ഭയങ്കര പാടായിരിക്കും. കുറെ പൈസ നഷ്ടമാവും, ആൻഡ് നമ്മുടെ ടൈം എഫേർട്ട് എല്ലാം വേസ്റ്റ് ആവും. ഓൾസോ ഏറ്റവും സേഫസ്റ്റ് വേ എന്ന് പറയുന്നത് ഈ ഒരു സ്പോൺസർഷിപ്പിലൂടെ കടന്ന് സ്പോൺസർഷിപ്പ് എടുത്തതിന് ശേഷം മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് സ്പോൺസർഷിപ്പ് കിട്ടി മാത്രമേ. ആൻഡ് സ്പോൺസർഷിപ്പിന് ആദ്യം വരുന്നത് ബേസിക്കലി ഒരു ഓൺലൈൻ ഓഫ്ലൈൻ ടെസ്റ്റ് കാണും ആദ്യം. ഇത് പാസ്സായാൽ അവരൊരു ഇന്റർവ്യൂവിന് വിളിക്കും. ഇപ്പൊ ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു മെഡിക്കൽ ആൻഡ് സൈക്കോമെട്രിക് ടെസ്റ്റ് ആണ്. സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷൻ എബിലിറ്റി, നമ്മുടെ ഒരു വേ ഓഫ് തിങ്കിങ് എല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് സൈക്കോമെട്രിക് ടെസ്റ്റ്. സോ ബേസിക്കലി ഇത് 3 പാസ്സായാൽ കമ്പനി സ്പോൺഷിപ്പ് കിട്ടും. ആൻഡ് IMUCT കൂടെ ക്രാക്ക് ചെയ്ത് DNS ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ ഫോർ ടെക് സൈഡ്. ഇതിപ്പോ നമ്മുടെ 12th ഇപ്പൊ എക്സാം ഒക്കെ ചെയ്യാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇപ്പം അവർക്ക് 12th കഴിഞ്ഞിട്ട് ഇനി ഉടനെ IMUCTയുടെ പ്രിപ്പറേഷൻ എക്സാംസ് ആണോ ഇപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, അതോ ഈ കമ്പനി സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ടുള്ള എക്സാംസിനുള്ള ആപ്ലിക്കേഷൻ ആണോ കൊടുക്കേണ്ടത്? ഇപ്പം ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ആണ് അവരുടെ ഇടയിൽ. കാരണം ഇത് രണ്ടും ഏകദേശം ഒരേ സമയത്താണ് ഇതാക്കുന്നത്. അത് നമുക്ക് ബേസിക്കലി ഏറ്റവും കൂടുതൽ വരുന്ന ക്യൂറീസ് ആണ്. നമുക്ക് ആദ്യം ഏതിനാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, IMUCT ആണോ കമ്പനി സ്പോൺഷിപ്പ് ആണോ? സോ ഞാൻ പറയുവാണെങ്കിൽ രണ്ടും പാരലായിട്ട് പ്രിപ്പയർ ചെയ്യണം. ലൈക്ക് രണ്ടും സെയിം ടൈം. അതായത് നമുക്ക് IMUCTയുടെ എക്സാംസ് വരുന്നത് May 24th ആണ്. ആൻഡ് കമ്പനി സ്പോൺഷിപ്പ് എക്സാംസ് വരുന്നത് April to June പീരീഡിലാണ്. അത് April May പീരീഡിൽ അവരുടെ ഓൺലൈൻ ഓഫ്ലൈൻ ടെസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ സെഷൻസ് വരും. അതിപ്പോൾ കണ്ടിന്യൂസ് ആണ്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആൻഡ് IMUCTയുടെ എക്സാം നമുക്ക് 2 മാസമെങ്കിലും വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ ഇത് രണ്ടും സെയിം ടൈമിൽ പ്രിപ്പയർ ചെയ്ത്, രണ്ടും സെയിം ടൈമിൽ അറ്റംപ്റ്റ് ചെയ്ത്, രണ്ടും സെയിം ടൈമിൽ ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഒരു ഫ്യൂച്ചർ ഉള്ളൂ. DNSൽ ജോയിൻ ചെയ്യും. ഇപ്പൊ ഈ ഒരു 2 months പ്രിപ്പറേഷൻ വേണമെന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ ആ ഒരു എക്സാംസ് കഴിയുന്ന ടൈമിൽ 2 months ഒരു പ്രിപ്പറേഷൻ കോഴ്സ്, ക്രാഷ് കോഴ്സ് ആയിട്ട് ഇപ്പം നാപ്പത്ത് അക്കാഡമിയിൽ ബേസിക്കലി എക്സാംസ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കാരണം നമുക്ക് ടൈം പീരീഡ് ഇത്തവണ കുറവാണ്. May 24th എക്സാം ഡേറ്റ്സ് ഓൾറെഡി അനൗൺസ്ഡ് ആണ്. May 24th ആണ് ഇത്തവണത്തെ IMUCT എക്സാം. സോ ഞങ്ങൾ എക്സാം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ മാക്സിമം നമുക്ക് പ്രിപ്പറേഷൻ ടൈം വേണം. ഇൻ കേസ് ഇപ്പോൾ ഈ 12th ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം മറ്റു കോഴ്സിനൊക്കെ പോയിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹയർ കോഴ്സസിനൊക്കെ പോയി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കായിരിക്കും മർച്ചന്റ് നേവിയിലേക്ക് വരാൻ ആ ഒരു ഡ്രീം ഒക്കെ ഒന്ന് സ്വപ്നം കണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും മർച്ചന്റ് നേവിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമൊക്കെ വരുന്നത്. ബട്ട് അവർക്കൊന്നും എല്ലാവർക്കും ചിലപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ബീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതിന് കുറച്ചധികം കാറ്റഗറി ഒക്കെ ഇല്ല. ബേസിക്കലി എലിജിബിലിറ്റി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10th കഴിഞ്ഞ് ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് റിക്വയർഡ് പെർസെൻറ്റേജ് അഗ്രിഗേറ്റ് 60% ആൻഡ് ഇംഗ്ലീഷിന് 50% മാർക്സിൽ കൂടുതൽ വേണം. സോ ഇതാണ് അക്കാഡമിക്കലി നോക്കുവാനുള്ള എലിജിബിലിറ്റി. സോ ഇത് എന്ന് പറയുമ്പം 12th കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് IMUCT എഴുതാൻ വേണ്ടിയാണ്. സോ ഈ കമ്പനി സ്പോൺസർഷിപ്പിന് വരുന്ന എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. സോ എല്ലാ കമ്പനീസിലും അവരുടേതായ സെപ്പറേറ്റ് ഒരു ഡിവിഷൻ ഓഫ് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഹയർ മാർക്സ് ഒക്കെ ഡിമാൻഡ് ചെയ്യും, അറൗണ്ട് 70 to 75% മാർക്ക്. 70 to some അത് ഡിപ്പെൻഡിങ് ഓൺ ഷിപ്പിംഗ് കമ്പനീസ്. ചില കമ്പനീസ് 70% ആണ്, സം കമ്പനീസ് നീഡ് 65, whereas some other companies they are asking for 75% marks in physics chemistry. IMUCTയുടെ ആ ഒരു 60% മാത്രം കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷ, അത് മാത്രം എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. ഇത് തന്നെയാണ് ഞങ്ങളുടെ ക്വയറീസിന് വരുന്ന എല്ലാ സ്റ്റുഡൻസിനും ഞങ്ങൾ പറയുന്നത് 60% is just the minimum eligibility for IMUCT. But if you are looking in a good shipping company, sponsorship with a good shipping company, you should score at least more than
70%. And ഇതാണ് അക്കാഡമിക് ആയിട്ട് വരുന്ന എലിജിബിലിറ്റി. സോ നെക്സ്റ്റ് വി വിൽ കം ടു ദ മെഡിക്കൽ എലിജിബിലിറ്റി. സോ മെഡിക്കൽ എലിജിബിലിറ്റി എന്ന് പറയുമ്പം അറ്റ്ലീസ്റ്റ് യു ഷുഡ് ബി 17 years old and not more than 25 years old. ആൻഡ് അതർ തിങ് എന്ന് പറഞ്ഞാൽ ഇത് ജനറൽ കാറ്റഗറിക്ക് വരുന്നതാണ്. പിന്നെ വുമൺ കാൻഡിഡേറ്റ്സിന് എക്സെപ്ഷൻ ഉണ്ട്. പിന്നെ SC ST കാറ്റഗറിയിലൊക്കെ വരുന്നവർക്ക് കുറച്ച് ചില എക്സെപ്ഷൻസ് റിലാക്സേഷൻ ഉണ്ട് അതിൽ. കാരണം എനിക്ക് തോന്നുന്നത് ഒരു 27 to 30 ഏജ് വരെയൊക്കെ അവർക്ക് ഈ ഇത് ആപ്ലിക്കേഷൻസ് റേസ് ചെയ്യാനുള്ള അതെ IMUCT വേണ്ടി കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഇതാണ് ഏജിൽ വരുന്നത്. പിന്നെ മെയിൻലി മെഡിക്കൽ റിക്വയർമെന്റിൽ വരുമ്പോൾ പറയാനുള്ളത് ബേസിക്കലി ഐസൈറ്റിന്റെ കാര്യം. സോ ഒത്തിരി സ്റ്റുഡൻസ് ചോദിക്കുന്ന ചോദ്യമാണ് ഐസൈറ്റ് എങ്ങനെയാണ്, സ്പെക്ടക്കിൾസ് വെക്കുന്നുണ്ട്, പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ലാസിക് സർജറി ചെയ്യണോ? സോ ആസ് പെർ കമ്പനി മെഡിക്കൽസ് അവർ നോക്കുന്നത് ബോത്ത് ഐസിൽ 6/6 വിഷൻ വേണം, അല്ലെങ്കിൽ 1 eye should be 6/6 and the other eye should be 6/9. സോ ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ്. ഈ ഒരു വിഷൻ ഇല്ല എന്നെങ്കിൽ നമുക്ക് പോയി ലാസിക് സർജറി ചെയ്യാം. ലാസിക് സർജറി ചെയ്തതിന് ശേഷം വിഷൻ കറക്റ്റ് ചെയ്ത് പിന്നീട് നമുക്ക് മെഡിക്കൽസിന് വേണ്ടി വരാവുന്നതാണ്. സോ ഇതാണ് ഐസൈറ്റിൽ വരുന്നത്. ആൻഡ് അനദർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഈസ് റിഗാർഡിംഗ് കളർ ബ്ലൈൻഡ്നെസ്. സോ സ്റ്റുഡന്റ് കളർ ബ്ലൈൻഡ് ആയിരിക്കരുത്. ദെൻ കംസ് ബോഡി മാസ് ഇൻഡെക്സ്, BMI, ഹൈറ്റ് ആൻഡ് വെയിറ്റ് റേഷ്യോ, that should be in between 17 to 28. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന റിക്വയർമെന്റ്. ആൻഡ് ഓൾസോ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ് കാര്യങ്ങളൊന്നും പാടില്ല. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദ മെഡിക്കൽ എലിജിബിലിറ്റി പാർട്ട്. സോ ഇതെല്ലാം നമ്മുടെ DG ഷിപ്പിങ്ങിന് കീഴിലുള്ള ഡോക്ടേഴ്സ് അല്ല അതിന്റെ ക്ലിനിക്സിലൊക്കെയാണ് നമ്മൾ ഇതിന്റെ എല്ലാ ടെസ്റ്റിങ്ങുകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ കമ്പനി സ്പോൺസർഷിപ്പ് അവരൊരു മെഡിക്കൽസ് ചെയ്യും, അതുപോലെ തന്നെ സൈക്കോമെട്രിക് ടെസ്റ്റ് ചെയ്യും. സോ ഇതെല്ലാം DG അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സെന്റേഴ്സിലായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. ആൻഡ് ഇത് പാസ്സായാൽ മാത്രമേ ഉള്ളൂ കമ്പനി നമുക്ക് സ്പോൺസർഷിപ്പ് അപ്രൂവ് ചെയ്യുക. സോ ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം. നമുക്ക് എലിജിബിലിറ്റി നമുക്ക് കിട്ടണം. ഒരു കമ്പനിയിൽ സ്പോൺസർഷിപ്പ് കിട്ടി നമ്മൾ പഠിക്കാൻ കയറണമെങ്കിൽ ഈ കാറ്റഗറി എല്ലാം നമ്മൾ എലിജിബിൾ ആയിരിക്കണമെന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ലൈക്ക് ചില IMUCTക്കാണ് 12th ഈ ഒരു പെർസെൻറ്റേജ് അക്കാഡമിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ചില ഷിപ്പിംഗ് കമ്പനീസ് സ്പോൺസർഷിപ്പിന് വേണ്ടി നോക്കുമ്പോൾ ലൈക്ക് ഇപ്പം 12th കഴിഞ്ഞ് ചിലപ്പോൾ ഡിഗ്രി പഠിക്കാൻ പോയവരുണ്ട്, BTech പഠിക്കാൻ പോയവരുണ്ട്. സോ അങ്ങനെ പല സ്ട്രീമിലേക്ക് പോയവർ കാണും ഈ 12th സയൻസ് കഴിഞ്ഞതിന് ശേഷം. സോ അങ്ങനെ വരുന്ന സ്റ്റുഡൻസിന് ചില കമ്പനീസ് സ്പെസിഫിക് ആയിട്ടൊരു റിക്വയർമെന്റ് വെക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ദേ അക്സെപ്റ്റ് ഓൺലി കാൻഡിഡേറ്റ്സ് ഹു ആർ ഹാവിംഗ് BSc കെമിസ്ട്രി ഓർ ഫിസിക്സ് ഓർ മാത്സ്, ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ്. സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെയാണ് ചില കമ്പനീസ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് റിക്വയർമെന്റ് ടു നോ. അത്രയും ഒരു ഫോഴ്സിലാണ് നമ്മുടെ ഷിപ്പ് മറിയുന്നത് അങ്ങോട്ടും ആ രണ്ട് സൈഡിലും. അതിനുശേഷം ഞാൻ ഇറങ്ങുന്നത് സൈൻ ഓഫിന്റെ ടൈമിലാണ്. ആ ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ ഫുള്ളി ബ്ലെൻഡഡ് ആയിട്ടായിരുന്നു ഞാൻ ജീവിച്ചത്. എല്ലാവരുടെയും ഒരു കൺസേൺ ഇത് ഹറാസ്മെന്റ് ആണെന്നാണ് എല്ലാവരും വിചാരിക്കും. സാറിന് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല.